ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോഗ് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനു മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്നെ പേഴ്സണൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ്, രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്ത് ചിന്തിക്കുന്നു, നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കാർഡെടുത്ത സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് കണക്റ്റ് ആയത്. കുറേ ആൾക്കാരുടെ കാര്യത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ കാണുന്നുണ്ട് കാർഡെടുത്ത സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റീഡിങ് എടുത്തത്. ഓക്കെ, അവർക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ഉള്ളിൽ നീറി കരയുന്ന ഒരുപാട് പേരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് നൈറ്റ് ഔട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു കാർഡ് വന്നതനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങൾ നിൽക്കുന്ന ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അതായത് എന്താണ് ശരിക്കുള്ളൊരു ക്ലാരിറ്റി, എന്താണ് ഇതിനപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് പറയുന്നത്, എന്താണ് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ സൈഡിലുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്കറിയത്തില്ല. മേ ബി നിങ്ങൾക്ക് തോന്നും ഇനി എൻ്റെ ഡൗട്ടാണോ, അത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണോ, അതിന് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലാരിറ്റിയും വളരെ താമസിക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതാണ്. എന്താണ് ശരിക്കുമുള്ള കാരണം, എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നിലവിൽ അവരുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത ഭയങ്കര വേദനിക്കുന്നൊരു സിറ്റുവേഷൻ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് സന്തോഷമില്ല, സമാധാനമില്ല, എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ നിലവിൽ പോയിക്കൊണ്ട് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എനിക്കറിയത്തില്ല. അതായത് അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്തൊക്കെ എവിടെയൊക്കെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി എക്സ്പ്ലോർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ നിങ്ങളാണ്. ഒരുപാട് ഈ പറയുന്ന പോലെ ഫ്രണ്ട്സുമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെ കുറേയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു വേദനയാണ്. അതിൽ നിന്നൊക്കെ മറക്കാനായിട്ടാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരാനും പറ്റുന്നില്ല. പക്ഷേ എവിടെയൊക്കെ പോയിട്ട് നൈറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ച് നിങ്ങളടുത്തേക്ക് വരണം എന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്താണോ, അവർ നിൽക്കുന്ന സാഹചര്യം മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു ലേഡിയുടെ പ്രസൻസ്, അമ്മയുടെ ഇഷ്യൂസ്, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വിട്ടു മാറാൻ പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാനിപ്പോൾ കാണുന്നത്. അതെന്ത് തന്നെയാണെങ്കിൽ പോലും. ഓക്കെ, ഇപ്പോൾ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരുടെ ഒരു മനസ്സിലെന്ന് പറയുന്നത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അവരിപ്പോൾ ഒരു സ്വപ്നം കണ്ടാൽ പോലും അവർ കണ്ണടയ്ക്കുന്നതിന് മുന്നേ അവർ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ, നിങ്ങളുമായിട്ട് ഒത്തുചേരലൊന്ന് സ്വപ്നം കാണണമെന്നാണ് അവരൊരുപാട് അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത്രത്തോളം അവർക്കൊരു ലെസണും കിട്ടിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വർത്ത് മനസ്സിലാക്കിയില്ല, എന്തിനു വേണ്ടിയിട്ട് ഞാൻ അവളെ വിട്ടിട്ട് പോയി, അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടായി, പഴയ ഒരു സന്തോഷം എവിടെ പോയി, ഇനി ഞാൻ എങ്ങനെ തിരിച്ചു ചെല്ലും എന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് തിരിച്ചു വന്ന് ടെക്സ്റ്റ് ചെയ്തെങ്കിൽ, നിങ്ങളൊരു സാമീപ്യം കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തിരിച്ച് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് അവരൊരുപാട് കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ കുറേ പേരുടെ പേഴ്സൺസ് എന്ന് പറയുന്നത് അവർ കുറച്ചൊരു ഈഗോയിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരാൾക്കാരാണ്. എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് അവരാണ് കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പവറിൽ നിന്നത്. ഓക്കെ, ഇപ്പോൾ വൺസ് അവർ തിരിച്ച് വന്നാലും അവരങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ട് ഒരു ഹെഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അയാൾ തന്നെയാണ്. ഒന്നാണ് കാണിക്കുന്നത്, മെയിലായാലും ഫീമെയിലായാലും ഓലെ ആ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അയാൾക്കറിയാം ഇപ്പോൾ അയാളിപ്പോൾ ഏതൊക്കെ റിലേഷൻഷിപ്പിൽ പോയാലും എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളെപ്പോലെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങളെപ്പോലെ പറഞ്ഞാൽ കേൾക്കുന്ന, നിങ്ങളെപ്പോലെ ഇത്രയും സ്നേഹിക്കുന്ന, കെയർ തരുന്ന ഒരു പേഴ്സണെ വേറെ കിട്ടത്തില്ല എന്ന് അവർക്ക് 100% ഷുവറായി.
ഓക്കെ. ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായില്ല. കാരണം അയാൾ എന്താണോ ആഗ്രഹിച്ചത്, എന്തൊക്കെയാണോ ജീവിതത്തിൽ വേണം എന്ന് പറഞ്ഞത്, അതൊക്കെ അയാളുടെ ലൈഫിൽ കിട്ടി. അതിനേക്കാളും കൂടുതൽ എക്സ്ട്രാ ഒരിടത്ത് കിട്ടും, അല്ലെങ്കിൽ എക്സ്ട്രാ എനിക്ക് വേറെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയത്. പക്ഷേ അയാൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നതുമില്ല. അതിൽ കൂടുതൽ വിഷമം മാത്രമാണ് അയാളുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ച് മടിയുണ്ട്. കാരണം ആ ഒരു ഹെഡിങ് എന്തൊക്കെ പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലെ ഒരു ഹെഡിങ് കുറച്ചൊരു വാശിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ടെക്സ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കിടന്നുറങ്ങിയാൽ പോലും മൊബൈൽ ഇങ്ങനെ നോക്കാറുണ്ട്, ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാരണം ഒരു സമയത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇവർ. ഓക്കെ. ഇപ്പോൾ ആ ഒരു ബ്ലോക്ക് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്, എപ്പോൾ വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ നിങ്ങളും നിങ്ങളുടെ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ കാരണം ഒരുപാട് സഹിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും എനിക്കൊരു പേഴ്സൺ എന്നെ ഒരുപാട് വേദനിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ഇത് ഞാൻ കാണുന്നില്ല. നിങ്ങളായിട്ട് അങ്ങോട്ട് പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോകാത്തത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനമായിട്ട് ഞാനിതിൽ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിന് തിരിച്ച് ഒരു 1% അല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് വിചാരിച്ചാൽ അവരൊരു 3 സ്റ്റെപ്പ് ബാക്കിലോട്ട് അടിക്കും. ബിക്കോസ് ഓഫ് ഈഗോ അവരെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് സ്നേഹിച്ച് നടന്ന സമയത്ത് ആ സ്നേഹം, ആ റിലേഷൻഷിപ്പ് അങ്ങനെ പോയെങ്കിലും ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു മാരേജ് വേണമെന്നാണ്. ഓക്കെ. നിങ്ങളുമായിട്ടൊരു കല്യാണം മാത്രമാണ് അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുമായിട്ട് നിൽക്കുക, നിങ്ങളുമായിട്ടൊരു ഹാപ്പി അവർ ആഫ്റ്റർ ലൈഫ്. കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ എന്ന സമയത്ത് അവരൊരു മാരേജ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത്രത്തോളം ഇൻവോൾവ് ആയിട്ടില്ലായിരുന്നു അവർ. ഓക്കെ. പക്ഷേ ഇപ്പോഴവരുടെ മനസ്സിലെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു മാരേജ്, നിങ്ങളുമായിട്ടൊരു ജീവിതം, ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, അത് വേണം, അതെങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിൽ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഭയങ്കര ആഗ്രഹമായിട്ടാണ് അവർ നടക്കുന്നത്. ഇതാണ് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫർദർ മോർ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. നിങ്ങൾ തന്നെയാണ് അവരുടെ ലക്കി ചാമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. ഓക്കെ. വൺസ് നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രമേ അവരുടെ വിഷസ് ഫുൾഫില്ലാകത്തുള്ളൂ. ഒരു മാരേജ് മെറ്റീരിയലായിട്ട് നിങ്ങൾ വേണം എന്ന് തന്നെയാണ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത്. കാര്യങ്ങളൊക്കെ വളരെയധികം സമാധാനപരമായിട്ട് പറഞ്ഞു തീർക്കണം. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം. ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുമെങ്കിൽ ഈ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു കാര്യമുള്ളത്. അതാണ് യു ആർ റെഡി എന്ന് പറയുന്ന ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.